ഹായ് ഫ്രണ്ട്സ്, തൊട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ത്യച്ചിൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ദിവസം തന്നതിന് ഞങ്ങൾ ഇന്ത്യച്ചിട്ട് വിശലായിട്ടോട് നന്ദി പറയുന്നു. കാരണം സൂപ്പർ ഒരു ഡേ ആയിരുന്നു. അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് നഷ്ടമായേനെ. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. ഞങ്ങളിന്ന് തൃപ്രയാറ് ഒരു ബോട്ടിങ്ങിന് പോകട്ടെ. ഞങ്ങൾ വെറുതെ ഒന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്, ഞങ്ങളങ്ങനെ പോകാറൊന്നുമില്ല. ഞങ്ങൾ വെറുതെ അത് കൂടെ ഒന്ന് പോയി പിന്നെ അടിപൊളി ഒരു ബോട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഒന്ന് പോയി അടിച്ചു പോയിക്കാന്ന് ചോദിച്ചു. അപ്പം ഒന്ന് മുത്തും അമ്മയും അച്ഛനൊക്കെ വരും, തൊട്ടേ വന്നിട്ടുണ്ട്. അപ്പോൾ പോയി ബോട്ട് എക്സ്പീരിയൻസ് ചെയ്തേക്കാം. നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സൗകര്യങ്ങൾ എടുക്കുമ്പോൾ എന്തിനാ നമ്മൾ കുട്ടനാട് പോകണം അല്ലേ? നോക്കി വെക്കാം, സ്ഥലം നോക്കി. കൈ പോയി കഴുക് ഗുഡ് ഗേൾ അല്ലേ? വാ. പിന്നെന്തിട്ടാണ് അതിനെന്തിട്ട് ചെയ്യണ? നീ കൊല്ലണ്ട. ഇങ്ങോട്ട് നോക്കിയേ, മുഖം നോട്ടതിന്റെ. ഞാൻ വെല്ലിയോട് പറയട്ടെ അതിനെ കൊല്ലാൻ പോവാന്ന്. വെല്ലിയോട് പറയട്ടെ, വലിയുടെ മീനത് കൊല്ലണ്ട. പിന്നെ എന്തിനു തോടണേ? ഏത് ക്ലാസ് ആണോ പുതിയതായിട്ട് നമ്മൾ അന്ന് വാങ്ങിച്ചതല്ലേ? നല്ല രസമുണ്ട് ക്ലാസ് ആണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കിടാവ് പറയണത് ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞിട്ടാട്ടെ. ഞാൻ അതിനെ ഏത് നേരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ദേഷ്യം വരും, അവന് പ്രതികരിക്കും. പിന്നെ മേമയെ കാരണം തല്ലാൻ പറ്റില്ലല്ലോ, അത് കാരണം തല്ലില്ല എന്ന് മാത്രം. അപ്പോൾ അതേ നിലയുടെ ഫ്രണ്ട്സായിട്ട് നിലയിൽ നോക്കി നിൽക്കണതാണ് അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും യാത്രയായിട്ട് നിൽക്കുകയാണ്. ഞാനൊരു 2 മണി കഴിഞ്ഞപ്പോൾ ഞാനും പനപ്പനും മീനും കൂടെ വീട്ടിലെത്തിയിട്ടാ, രണ്ടോടെ എത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ദേനാചാരനും മനയും അമ്മയും പിള്ളേരൊക്കെ വന്നു. നമ്മൾക്ക് ഒന്ന് കാര്യം വിഷമമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് വരാൻ പറ്റിയില്ല. അച്ഛന് പെട്ടെന്ന് ഒരു മരിച്ചറിയിപ്പും വേറെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അച്ഛന് വരാൻ പറ്റിയില്ല കേട്ടോ. അച്ഛനത് വൻ നഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് ഇഷ്ടമുള്ള സ്ഥലമായിട്ട് അച്ഛന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ പോകുമ്പോൾ അച്ഛന് പറ്റാറില്ല. അപ്പം അച്ഛനെയും കൊണ്ട് ഞങ്ങൾ എന്തായാലും വേറൊരു ദിവസം പോകുന്നുണ്ട്. അച്ഛനത് വന്നിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമായേനെ. പിന്നെ പിള്ളേരൊപ്പൊക്കെ കുറച്ച് അച്ഛനിങ്ങനെ അച്ഛനമ്മയ്ക്കൊക്കെ ഇനി അവരുടെ സന്തോഷം എന്ന് പറയുന്നത് പേരക്കുട്ടികളുടെ ഒപ്പമൊക്കെ ചിലവഴിക്കുന്നതല്ലേ. അപ്പം ഇന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യങ്ങൾ കൊണ്ടായിരുന്നു വരാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പിള്ളേരൊക്കെ വൻ ഹാപ്പിയാണ്. ഇവർക്ക് ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ബോട്ട് യാത്ര എന്നൊക്കെ പറയുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. മുത്തശ്ശിക്കായിരുന്നു ഏറ്റവും പേടി. പിന്നെ അമ്മ ഇല്ല എന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ, വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പറാണെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പേടിയുള്ള കാരണം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അത്രയും രസമായിരുന്നു. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ തൃശ്ശൂർ തൃപ്രയാറൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക. കാരണം ഒരു 1 hour ഉള്ളൂ. പക്ഷെ 1 hour ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമാട്ടോ. ഞങ്ങൾക്ക് നല്ല വൈബൊക്കെ ആയിരുന്നു. അതാണ് ഞാൻ ഫെസ്റ്റിവൽ പറഞ്ഞത്. ഇന്ത്യജി ഫെസ്റ്റിലായിട്ട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഇവര് തന്നെയാട്ടോ ഞങ്ങൾ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇവര് തന്നെയാണ്. അച്ഛനെ വരാൻ പറ്റിയില്ലല്ലേ? എന്ത് കഷ്ടാ. 3 ലിറ്റർ ഉണ്ടായിരുന്നു. 1 ലിറ്റർ അവിടെ കുടിച്ചു. അതല്ല നെയ്മറല്ലേ എന്റെ കുട്ടി? അവിടെ വെക്കണ്ട, പൂവുമ്പോ എടുക്കാൻ മറക്കും. അർജന്റീന അല്ലേ? ബ്രസീല? അർജന്റീന അല്ലേ? അർജന്റീന ഓമിന്റെ അർജന്റീന ഓമിന്റെ അപ്പോൾ ഞങ്ങൾ ദിശേനെ കത്തിക്കേണ്ട ദിശേനെ വർക്കുള്ള കാരണം അപ്പോൾ പിന്നെ സെറ്റ് ചെയ്തിട്ട് ആൾ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലാണ് പോണത്. ഒരു വണ്ടിയിൽ നമ്മൾ എന്തായാലും കൊള്ളില്ല. അപ്പോൾ 2 വണ്ടി എടുത്തിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ തൃപ്രയാർ ഭാഗത്തൊക്കെ കുറേ അധികം ഇങ്ങനെ കുറേ സ്ഥലങ്ങളുള്ള പോലെ എന്താ പറയുക, എല്ലാതും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ.
ബീച്ചായാലും മാളായാലും അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കില്ല. അവരുടെ വീട്ടിൽ പോകും, ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാനും പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. രണ്ട് വണ്ടിയിലായിട്ട് പോകണം, ഒരു വണ്ടി പിള്ളേരൊക്കെ വലുതായി ആയിട്ടുള്ള കൊണ്ടോണ്ട് പോയിരുന്നില്ല. എല്ലാ ദിവസം പോയി അപ്പോൾ ഒരാൾ മിസ്സിങ് ആണ് കേട്ടോ. തനുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം ആയിരുന്നു കേട്ടോ. നമ്മളൊക്കെ എക്സാം ഉള്ള ദിവസം മുടങ്ങി ഇരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. അവൾക്കൊക്കെ പോകാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അവളത് ട്യൂഷൻ ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തി. അപ്പോൾ അവളും കൂടി ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടേക്ക് ഞങ്ങൾ ഈ തൂക്കുപാലം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിങ്ങൊക്കെ അപ്പം ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് തോന്നുന്നുണ്ട് ഉള്ളത്, അറിയില്ല കേട്ടാ. അപ്പോൾ ഈ തൂക്കുപാലത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം രജിസ്റ്റേടെ കൊണ്ടുവന്നിട്ട് തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊരു ഞാൻ പറഞ്ഞേ അതിന് കൊഞ്ചല് കൂടിയിട്ട് കൊഞ്ചല് കൂടിയിട്ടാ ഹാഷിർ മതിന്ന് അച്ഛന് ഇഷ്ടം ഹാഷിറിനെയുണ്ട്. ഹാഷിർ അതാരാ? കന്നുവിനെ കണ്ടില്ലല്ലോ മേരി. കന്നുക്കളെ പോയിക്കായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊന്നും ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടൊക്കെ ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് അവർക്ക് ഇഷ്ടമായത്. നമ്മൾ കറികളൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ പോയത്. നമ്മൾ ഷാപ്പിൽ നിന്ന് കറി സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു വൈബ് പിടിക്കണമല്ലോ. അത് കാരണം കറിയും ഫുഡും പിള്ളേർക്ക് കഴിക്കാനും പൊറോട്ടയും അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ വെറൈറ്റി കറികളൊക്കെ വാങ്ങിച്ചിട്ടാട്ടെ അതിൻ്റെ ഉള്ളിൽ കയറിയത്. ആദ്യം നല്ല പേടിയായിരുന്നു. ബോട്ടിലൊക്കെ ഞാൻ ഹൗസ് ബോട്ടിൽ ആലപ്പുഴ പോയിട്ടുണ്ട്, എല്ലാവരും കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബോട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ബോട്ടിൽ കയറിയപ്പോൾ നമുക്ക് ഒരു വട്ടം പോലും ഒരു സ്ഥലത്ത് പോലും പേടി തോന്നിയില്ല കേട്ടാ. ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണോ? നല്ല ഭംഗി. അപ്പോൾ നമ്മൾ 4:30 തൊട്ടിട്ട് 5:30 വരെ ഉള്ള ടൈമിലാട്ടോ നമ്മൾ കയറിയത്. അപ്പോൾ അത്യാവശ്യത്തിന് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോട്ട് പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവർ എല്ലാവരും ആ തൂക്കുപാലത്തിലേക്കൊക്കെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇവർ പോകണം കണ്ടപ്പോൾ എന്നിട്ട് കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തിരിച്ച് വന്നു. ഫുൾ ടൈം എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെയിലായിരുന്നു കേട്ടോ. അത് കാരണമാണ്. അതെ വായി നോക്കി കഴിഞ്ഞെങ്കിലേ ഇറങ്ങിട്ടുണ്ട്. അപ്പോൾ മിഴി അവിടെ നിന്ന് നോക്കാൻ കേട്ടോ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാൻ കൊണ്ടുവന്നില്ലേ തൂക്കുപാലത്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതേ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കയറിയാൽ മതി. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം കളിക്കേണ്ട നീന്താനറിയോ? പോവാന്ന് പറഞ്ഞപ്പോൾ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരുന്നത് മുത്തേച്ചിക്കേട്ടാ. അപ്പോൾ ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവൾക്കാണ്. കാരണം അവൾക്ക് നല്ല വെള്ളം പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് പിള്ളേരൊക്കെ ഉള്ള കാരണം ഇത്തിരി പേടിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് ആള് ഭയങ്കര എല്ലാവരേക്കാളും ഇൻട്രസ്റ്റ് ആൾക്കായിരുന്നു. ഇങ്ങോട്ട് നോക്കിട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറട്ടെ. അതാണ് നമ്മുടെ ബോട്ട്. ഇവിടെ ഒരു ഇടാനാ ഒരു 3-4 ദിവസം മുമ്പാണ് രശ്ലേട്ടൻ ചേച്ചി ഓടിക്ക് വന്നത് കേട്ടോ. അവള് വന്നപ്പോൾ തൊട്ടിട്ട് പറഞ്ഞു തുടങ്ങിയതാണ് നമുക്ക് പോകണം, സൂപ്പറാണ്, അങ്ങനെയാണ് എപ്പോഴും വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഇത്രയും രസമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ബോട്ട് യാത്ര.
ആ സൈഡിൽ പിള്ളേരെടുത്തല്ലേ അവിടെ ഞാനിരിക്കണേട്ടാ നമ്മുടെ എല്ലാവരെയോ ചമ്മാത്രസ്തി നമ്മുടെ ഫാമിലിയിൽ എന്തൊരു പരിപാടി നമ്മൾ വെച്ചാലും ആരെങ്കിലും ഒരാളുണ്ടാവില്ല. അപ്പോൾ ഈ വട്ടം അച്ഛനായി, അല്ലെങ്കിൽ ഓരോരുത്തർ മിസ്സിങ് ആണ് കേട്ടോ. മുത്തേച്ചി കയറിയപ്പോൾ തൊട്ടുള്ള ഡാൻസ് കളിയാണ് മറ്റേ പാവയ്ക്ക് കീ കൊടുത്ത പോലെയായിരുന്നു. ഇറങ്ങണ വരെ ഡാൻസ് കളി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത്രേ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് അവള് ഫുൾ ഡാൻസ്. മുത്തേച്ചിന്റെ പഠിക്കാനാണോ? അടുത്ത ആള് പഠിക്കാൻ മിരി അവിടെ നിന്നോ കേട്ടാ പൊന്നെ. പൊറോട്ട കണ്ടപ്പോ നഞ്ചന്റെ വരത്തില്ലേ സിക്ക് മേടിച്ചിരുന്ന. അപ്പോൾ പാട്ട് വെച്ച് ഡാൻസ് തുടങ്ങിയതാണ്. അവൻ്റെ മുഖം ഇങ്ങനെ പറയുന്നത് എന്നിട്ടൊന്നും മര്യാദയ്ക്ക് ഇരിക്കുക. അവനിങ്ങനെ മറ്റേ മെലഡി സോങ്സ് ഒക്കെ കേട്ടിട്ട്, ഞാനിവിടെ കാര്യമായിട്ട് പറയുന്നത് മെലഡി സോങ്സ് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേട്ടപ്പോൾ തൊട്ടിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് കഴിയണ വരെ ഇങ്ങനെ തന്നെയായിരുന്നു. രശ്ലാനും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അമ്മ മിഴിയുടെ കൈ വിട്ടിട്ടില്ല. കയറിപ്പോൾ തൊട്ടിട്ട് വീടിനെ പിടിച്ചിരിക്കുന്നതാണ്. കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് പേടിയായിട്ട് അതിനെ പിടിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ബോട്ട് പോകുന്നത് നമ്മുടെ തൃപ്രയാർ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൃപ്രയാർ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിച്ചിട്ടാണ് വരാൻ തോന്നുന്നുണ്ട്. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കറക്റ്റ് അറിയാത്ത കാരണമാണ് ഞാൻ പറഞ്ഞുതരാത്ത കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത്. ഇങ്ങനെ ഒരു വ്യൂവിൽ അമ്പലം കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അല്ലെങ്കിൽ തൃപ്രയാർ അമ്പലത്തിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഇപ്പോൾ ഇവിടുത്തെ മെസ്സിയുടെ നെയ്മറിനെയും കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരാൾക്കും കൂടി സ്പേസ് ഉണ്ട്, ആളുടെ ഇതെന്താ വെക്കാത്തെന്ന് ഇരിക്കുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും വെക്കിയിട്ട് ആ ഒരു റീല് കണ്ട് നമ്മുടെ റൊണാൾഡോൻ്റെ കൂടി വെച്ചിട്ടുള്ളത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളുടെ പിള്ളേർ ആരും ഞങ്ങളുടെ വൈബല്ല കേട്ടോ. അവർക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എവിടെ ട്രിപ്പ് പോയാലും എന്തായാലും ഞങ്ങളാവും കളിക്കുക. പിള്ളേരൊക്കെ അങ്ങനെ അനങ്ങാണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ ചെറുതായ കാരണം മിഴി കളിക്കുന്നത്, അവളും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ അവളും കളിക്കില്ല. അങ്ങനെ കേട്ടോ പിള്ളേരൊക്കെ അവിടെ അടങ്ങി ഒതുങ്ങി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കാനായിട്ട്. പിള്ളേരെ അടുത്ത് പോയിട്ട് ഒന്ന് വൈബാക്കാൻ നോക്കി, പിള്ളേരോടൊക്കെ കളിക്കാനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരാരും വിളിച്ചില്ല.
പിന്നെ നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു കേട്ടോ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് പിള്ളേരും നമ്മളെല്ലാവരും കൂടിയിട്ട് കഴിച്ച് തീർത്തു കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പോകുമ്പോൾ ഫോട്ടോസിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഫോട്ടോസ് നമ്മളങ്ങനെ കണ്ടമാനം അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ. ഈ വട്ടം ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. കാരണം കുറേ നാളായി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട്. നിന്റെ ഫോട്ടോ എടുത്തില്ലല്ലോ. കുഞ്ഞുമണികൾ എല്ലാവർക്കും ഇഷ്ടായ മേക്ക് ഇഷ്ടായ അമ്മക്ക് ഇഷ്ടായ അപ്പോൾ നമ്മളെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറയണ കഴിഞ്ഞാന്ന് അമ്മയ്ക്ക് ഇനിയും പോകണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത് നമ്മളവിടെ എത്താറായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കയാക്കിങ്ങിന് പോവാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പോണില്ല, ഇവർ മാത്രം പിള്ളേരും കൊണ്ട് പോവാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അവിടെ മുഖം പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ കയറി. രശിലേട്ടനും അമ്മയും ഇന്ത്യച്ചിയും മിഴിയും വന്നില്ല കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയി. അതും ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിലും നിങ്ങൾ രണ്ടാളും അപ്പോൾ മിഴി നല്ല വാശിയായിരുന്നു അവൾക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുഞ്ഞു കുട്ടികളല്ലേ, നമുക്ക് തന്നെ ഒരു നീന്തലൊന്നും അറിയാത്തതാ. കാരണം മീനെ കൊണ്ട് എന്റെ മൂത്തിക്ക് നീ പോണില്ല പിന്നെ കാണാറാ. ഞാൻ മുങ്ങി പോയില്ല. എന്റെ പോണ പൊങ്ങി അവര് കേറ്റില്ല എന്ന് പറഞ്ഞു. സ്മോൾ ഗേൾ അല്ലേ. എന്റെ പൊന്നിനും കൊണ്ടുപോയി 10 പൂല് വെള്ളത്തില് അറിയണ്ടാ. ഞാൻ മുങ്ങി പൂല എന്നെ കൊണ്ടുപോയി. എനിക്ക് എനിക്കൊന്നും പേടില്ലമ്മാന്ന്. എനിക്കൊന്നും പേടില്ലമ്മാന്ന്. പറ്റുമോ? ഇതിനൊക്കെ എടുക്കാൻ പറ്റില്ല. നിങ്ങക്ക് തുഴയറിയോ? ചെരുപ്പ് തുഴയറിയോ നിങ്ങക്ക്? ചെരുപ്പൊന്നുമില്ല. ഐസ്ക്രീം കൊടുക്കാം. ഐസ്ക്രീം ഐസ്ക്രീം മാളയെ കൊണ്ടുപോകാ. അയ്യോ മുതലുണ്ട്. മുതലെവിടാ? എവിടെയാ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും കയറുമ്പോൾ തൊട്ടിട്ട് തല്ലൂട്ടായിരുന്നു. ഫസ്റ്റ് തല്ലൂട്ടം ആരാദ്യം ഫസ്റ്റ് ഇരിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ മുത്തച്ഛനെ തന്നെ അവരിരുത്തി. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ തല്ലൂട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് തുഴയണത്, നീ ഇതല്ല തുഴയണത്, നിനക്കറിയില്ല, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഞങ്ങൾ ആദ്യം വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ കുറേ നേരം ഞങ്ങൾ വട്ടം കറങ്ങി പിന്നെയാണ് ഞങ്ങൾക്ക് നാക്ക് പിടികിട്ടിട്ടാ. പക്ഷെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തോ ഒരു പേടില്ലാണ്ടാണ് പോയത്. പക്ഷെ നന്നായിരുന്നു. നമ്മുടെ ഒപ്പം ആൾക്കാരുണ്ടായിരുന്നല്ലോ, പിള്ളേരും വലിയവരൊക്കെ ആയിട്ട് അങ്ങനെ 2 പേരായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളിത് ഈ കയ്യാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ലോണം നനഞ്ഞിട്ടാ. വെള്ളം എൻ്റെ മേത്താന ആക്കിയതാട്ടെ വെള്ളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കട്ടെ. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ നോക്കലാണ് അവിടെ അടി. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എല്ലാ പരിപാടികളും എനിക്ക് നന്നായില്ലേ? ഏറ്റവും പേടിയുള്ള സാധനം എനിക്ക് വെള്ളത്തിൽ പോയില്ലേ? പേടി പോയത് മാത്രമല്ല, ഇവള് കയാക്കിങ്ങിന് പോയി. പേടിയുള്ള ആൾക്കാര്. അപ്പൊ നമ്മുടെ തുട്ടി ചെയ്ത ഡ്രസ്
മീനിനെ മാത്രം കൊണ്ടുപോയില്ല. അമ്മമ്മയും പോയില്ല, എന്തമ്മയും പോയില്ല, എല്ലിയും പോയില്ല. അല്ല പിന്നെ പിള്ളേർക്ക് ഇഷ്ടായാ? ഇഷ്ടായാ? അടുത്തുണ്ടായിട്ട് നമ്മൾ എന്താ നേരം വൈകിയല്ലേ പോവാനായിട്ട്? അല്ലേ ചേട്ടാ? സമയം പോലെ എങ്ങനെയുണ്ട്? ഞങ്ങൾ പറയുമ്പോ മനസ്സിലായില്ല നിങ്ങക്ക് എന്താ സംഭവം? മനസ്സിലായില്ല മുത്തുന്? എനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ കൊണ്ട് വെക്കാനുള്ള പരിപാടി. അത് മനസ്സിലായി. നവീന് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോണെന്ന്. നിനക്ക് ഇഷ്ടായി? എന്ത് അങ്ങനെ നമ്മുടെ സ്ഥലം വരുന്നത് ചെമ്മാപ്പള്ളി തൂക്കുപാലാട്ടാ. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലം. നമ്മള് ഒരു വട്ടൊക്കെ 2 വട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ബോട്ടിങ്ങിലൊന്നും പോയിട്ടില്ല. അടിപൊളിയായിരുന്നു. നമ്മൾ പൈസ കുറെ ചിലവാക്കി കുറെ സ്ഥലങ്ങളിൽ പോണേക്കിട്ടും അടിപൊളിയായിട്ട് നമ്മുടെ സ്വന്തം സ്ഥലത്ത് അല്ല കിട്ടിയ നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഇത്രയും നല്ല സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് ബോട്ടിങ്ങിന് പോവാം. ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മുടെ ഇന്നത്തെ ചെറിയ ട്രിപ്പ് കഴിഞ്ഞു. ബൈ.